കള്ളം പറയുന്ന തത്തകൾ ജയയും വീരുവും. ഗ്രീൻലാൻഡ് എന്ന കാട്ടിൽ ജയ, വീരു എന്നു പേരുള്ള 2 തത്തകൾ താമസിച്ചിരുന്നു. മറുവശത്ത് ഗോൾഡിയുടെ ബ്ലൂലാൻഡ് എന്ന ചെറിയ കാടും ഉണ്ടായിരുന്നു. ജയയും വീരുവും എപ്പോഴും കള്ളം പറഞ്ഞുകൊണ്ട് ഗ്രീൻലാൻഡിലെയും ബ്ലൂലാൻഡിലെയും മൃഗങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കി രസിക്കുമായിരുന്നു. വരൂ, നമുക്ക് നോക്കാം. അവർ ആരെന്ന അവരുടെ വിചാരം. ഞങ്ങൾ രണ്ടുപേരും അവരെ ഒരു പാഠം പഠിപ്പിക്കും. ഹേയ്, എന്തു പറ്റി ജയ? വീരു ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും ബ്ലൂ ലാൻഡിൽ നിന്നാണ് വരുന്നത്. ഗോൾഡി അവന്റെ മൃഗങ്ങളോട് സംസാരിക്കുമായിരുന്നു. അതിന് നിങ്ങൾ എന്താ കേട്ടത്? നിങ്ങൾ രണ്ടുപേർക്കും ഇത്രയ്ക്ക് ദേഷ്യം വരാൻ എന്തുണ്ടായി? അവരെല്ലാം നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം കുറ്റം പറയുകയായിരുന്നു. ഇതും പറയുന്നുണ്ടായിരുന്നു അവർ. നമ്മുടെ കൂട്ടിലെ മുട്ടകളും ആഹാരവുമെല്ലാം അവരാണ് എടുത്തതെന്ന്. ആ ചെറിയ കാട്ടിലെ മൃഗങ്ങൾക്ക് ഇത്ര ധൈര്യമോ നമ്മുടെ ആഹാരവും വെള്ളവും മോഷ്ടിക്കാൻ? അവർ ഇതും പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ കാട്ടിലാകെ ഷേർഖാന് മാത്രമേ ധീരനായുള്ളൂ, ബാക്കി എല്ലാ മൃഗങ്ങളും ഭീരുക്കളും കഴിവില്ലാത്തവരുമാണെന്ന്. അങ്ങനെയാണോ? എങ്കിൽ ഇപ്പോ തന്നെ അവനെ ശരിയാക്കാം. വരൂ കൂട്ടുകാരെ. എല്ലാ മൃഗങ്ങളും പക്ഷികളും കൂടി ചേർന്ന് ബ്ലൂലാൻഡിലേക്ക് പോയി. അവിടെ ഗോൾഡി മൃഗങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്റെ കാട്ടിലെ പ്രിയപ്പെട്ട പക്ഷിമൃഗങ്ങളെ, ഗ്രീൻലാൻഡ് കാട്ടിലെ എല്ലാ പക്ഷിമൃഗങ്ങളും നല്ലവരാണ്. നിങ്ങൾ ഒരിക്കലും അവരെ ശത്രുക്കളായി കാണരുത്. എപ്പോഴും അവരോട് കൂട്ടായിരിക്കണം. അവരുടെ ഏറ്റവും നല്ല കാര്യം ഇതാണ്: അവർ ഇതുവരെ നമ്മുടെ നേർക്ക് യുദ്ധത്തിനായി വന്നിട്ടില്ല. ഇക്കാര്യം എപ്പോഴും ഓർക്കുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗ്രീൻലാൻഡിന്റെ കൂട്ടം വന്നു. അവർ എല്ലാവരെയും ആക്രമിച്ചു. അവരുടെ തലയിൽ വളരെ ശക്തിയായി കൊത്തി മുറിവേൽപ്പിച്ചു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! ഗോൾഡി പകൽ സമയത്ത് തന്നെ നക്ഷത്രങ്ങളെ കണ്ടു. ഇത് കണ്ടപ്പോൾ ജയയ്ക്കും വീരുവിനും വളരെ രസം തോന്നി. പിന്നീട് എല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ നിന്നു പോയി. ഗോൾഡി രാജാവേ, അങ്ങ് ഒരുപാട് പ്രശംസിച്ചില്ലായിരുന്നോ? അതേ ഗ്രീൻലാൻഡ് കാട്ടിലെ മൃഗങ്ങളല്ലേ? അവർ അങ്ങേ പോലും വെറുതെ വിട്ടില്ല. അവരാണെങ്കിൽ എന്റെ തല പൊട്ടിച്ചു. ഇതുപോലെ അവർ രണ്ടുപേരും ഈ മൃഗങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും അവരുടെ മനസ്സ് നിറഞ്ഞിരുന്നില്ല. വീരുപക്ഷി, കുറെയായി ചെറിയ വലിയ കള്ളങ്ങൾ ചെയ്ത് രസിക്കുന്നു. ഇനി എന്തെങ്കിലും ചെയ്യണം. ഷേർഖാനും പേടിത്തൊണ്ടനായ ഗോൾഡിക്കും ഇടയിൽ ഒരു വഴക്കുണ്ടാക്കാൻ. നീ പറഞ്ഞത് ശരിയാണ്. ഇന്ന് തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അവർ അവരുടെ പ്ലാൻ അനുസരിച്ച് ബ്ലൂലാൻഡിലേക്ക് വന്നു. ഗോൾഡി ഈ സമയത്ത് മൃഗങ്ങൾക്കൊപ്പം ഇരുന്ന് മീറ്റിംഗ് നടത്തുകയായിരുന്നു. ജയ, വീര, നിങ്ങളോ? പറയൂ, ഇവിടെ വരാനുണ്ടായ കാരണം എന്താ? ഗോൾഡി രാജാവേ, ഷേർഖാൻ അങ്ങേ പോരിനായി വെല്ലുവിളിച്ചിരിക്കുകയാണ്. അങ്ങ് അങ്ങോട്ട് യുദ്ധത്തിന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് യുദ്ധം പ്രഖ്യാപിക്കും. എന്താ പറഞ്ഞത്? ഷേർഖാനുമായി യുദ്ധമോ? മൃഗങ്ങളെ, മുട്ടുകുത്താൻ തയ്യാറായിരിക്കും. താങ്കൾ എന്താ പറയുന്നത് ഗോൾഡി മഹാരാജാവേ? ഞാൻ ഉദ്ദേശിച്ചത് പോരിന് തയ്യാറായിരിക്കുന്ന. ഇത് കേട്ടതും രണ്ടുപേരും സന്തോഷിച്ചു. ജയ വീരുവിനോട് പതുക്കെ പറഞ്ഞു, അങ്ങനെ ഗോൾഡിയുടെ ദേഷ്യം മുറുകുന്നുണ്ട്. നല്ല രസമായിരിക്കും. രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് ഷേർഖാനോടും ഇത് തന്നെ അവർ പറഞ്ഞു. ഗോൾഡി നമ്മുടെ കാട്ടിൽ യുദ്ധത്തിനായി വരുമെന്ന്. അവൻ അത്രയ്ക്ക് ധൈര്യമോ? വരട്ടെ, അവനെയും അവന്റെ മുഴുവൻ സൈന്യത്തെയും കാണിച്ചു കൊടുക്കാം. ജയയും വീരുവും അവരുടെ ജോലി ചെയ്ത് തീർത്തിരുന്നു. അവർ ഈ കാത്തിരിപ്പിലാണ്. ഇനി എപ്പോൾ യുദ്ധം നടക്കും? പിന്നെ എപ്പോഴാണ് ഇത് കണ്ട് രസിക്കാൻ സാധിക്കുന്നത്? അടുത്ത ദിവസം ഗോൾഡി തന്റെ മൃഗങ്ങളെയും കൂട്ടി ഗ്രീൻലാൻഡിന്റെ അകത്ത് പ്രവേശിച്ചു. ഷേർഖാനും തന്റെ സൈന്യത്തോടൊപ്പം തയ്യാറായി നിന്നു. ഇപ്പൊ കാണാം രസം. ഷേർഖാൻ ഈ ഗോൾഡിനെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നത്. ഷേർഖാൻ, തോൽവി സമ്മതിക്കുക, അല്ലെങ്കിൽ നല്ലതല്ല നടക്കുക. ഇത് കേട്ടതും ഷേർഖാൻ അവന്റെ മേൽ ചാടി വീണു. അവർ തമ്മിൽ ഉഗ്രമായി മത്സരം നടന്നു. പക്ഷേ പതുക്കെ പതുക്കെ ഷേർഖാന്റെ നില വഷളായി. ഷേർഖാൻ പരിക്കേറ്റ് വീണു. ഇത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ജയയുടെയും വീരുവിന്റെയും മുഖത്തെ സന്തോഷമെല്ലാം മാഞ്ഞുപോയിരുന്നു. തോൽവി സമ്മതിക്കുന്നു, തോൽവി സമ്മതിക്കുന്നു. നിർത്തൂ ഗോൾഡി. അവസാനം നമ്മൾ ജയിച്ചു. ഗോൾഡി, നീ ജയിച്ചു. ഇന്നു മുതൽ ഈ കാട് നിന്റെയാണ്. ഇത് കണ്ടപ്പോൾ ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഷേർഖാൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ തോൽവി സമ്മതിച്ചു? ഷേർഖാൻ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ ഇവിടം വിട്ടു പോകണം. ഇത് കേട്ടപ്പോൾ ഷേർഖാൻ മുഖം താഴ്ത്തി അവിടെ നിന്നും ഗ്രീൻലാൻഡിന്റെ സമുദ്ര തീരത്തേക്ക് പോയി.
ഇനി മുതൽ ഗ്രീൻലാൻഡ് എന്റെ രാജ്യമാണ്. ഇവിടുത്തെ എല്ലാ മൃഗങ്ങളും ബ്ലൂ ലാൻഡിൽ നിന്ന് വന്ന മൃഗങ്ങളുടെ അടിമയായിരിക്കും. ജയ, വീര, നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം, എന്റെ പ്രത്യേക പരിചാരകരായി. ഇത് കേട്ടപ്പോൾ ജയയുടെയും വീരയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പിന്നെ എന്തുണ്ടായി? മുഴുവൻ ഗ്രീൻലാൻഡിലും ഗോൾഡിയും അവന്റെ മൃഗങ്ങളുടെയും ഭരണം തുടങ്ങി. ഇപ്പോൾ ഗോൾഡിയെ പരിചരിക്കാൻ ലോമഡിയുടെ കൂടെ ജയയും വീരയും ചേർന്നു. ഗോൾഡി അവരെ എവിടെയും പോകാൻ സമ്മതിക്കില്ലായിരുന്നു. അതിനു പുറമെ ലോമഡി തമാശയ്ക്കായി അവരെക്കുറിച്ച് പരദൂഷണം പറയുകയും അടികൊള്ളിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജയയുടെയും വീരയുടെയും ജീവിതം വളരെ മോശമായി തീർന്നിരുന്നു. ഒരു ദിവസം ഹിരൺ ഓടി ഗോൾഡിയുടെ സദസ്സിൽ വന്നു. അവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ കാട്ടിൽ ഗജരാജന്റെ ആക്രമണം ഉണ്ടായി മഹാരാജാവേ. എന്താ നീ പറഞ്ഞത്? മൃഗങ്ങളെ മുട്ടുകുത്താൻ തയ്യാറായിക്കൊള്ളൂ. ഇതെന്താ അങ്ങനെ പറയുന്നേ? ശരിയാണ്, ഷേർഖാനെ ഞാൻ തോൽപ്പിച്ചു. എന്നാൽ ഗജരാജന്റെ ആക്രമണത്തെ എനിക്ക് തടയുവാൻ സാധിക്കില്ല. ഇതെല്ലാം ഞങ്ങൾ കാരണമാണ് സംഭവിച്ചത്. ഷേർഖാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പേടിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും അതിശയത്തോടെ അവരെ നോക്കാൻ തുടങ്ങി. നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിനായി അങ്ങയെയും ഷേർഖാനെയും തമ്മിൽ വഴക്കുണ്ടാക്കി. ഷേർഖാന് അങ്ങയോട് വഴക്കുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ കാട് നിങ്ങൾ രണ്ടുപേരും കാരണം അപകടത്തിലാണ്. ഇനി എന്താകും നമ്മുടെ കാര്യം? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് കുറ്റബോധമുണ്ട്, പക്ഷേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ധും ധും ശബ്ദത്തോടെ ഭൂമി കുലുക്കിക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് കുറച്ച് ആനകൾ ഓടി വന്നു. ഗോൾഡി പേടിച്ച് വിറയ്ക്കുവാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. എല്ലാ മൃഗങ്ങളുടെ ഉള്ളിലും വല്ലാതെ പേടി തോന്നി തുടങ്ങി. ഗജരാജ് അവരെ തൊഴിക്കുവാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം നിന്നു. എല്ലാ മൃഗങ്ങളും നോക്കുമ്പോൾ ഗോൾഡിയുടെ മുന്നിൽ പെട്ടെന്ന് ഷേർഖാൻ നിൽക്കുന്നു. ഷേർഖാൻ, അങ്ങ് ഇവിടെ തന്നെ ഉണ്ടോ? ഓടിക്കോ സഹോദരങ്ങളെ, ഓടിക്കോ, ഓടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആരവങ്ങളോടെ അവർ അവിടെ നിന്നും ഓടിപ്പോയി. അവർ പോകുന്നത് കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഷേർഖാൻ, അങ്ങ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഇതുവരെ അങ്ങ് ഒളിച്ചിരിക്കുകയായിരുന്നോ? ഓ, നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റ് മനസ്സിലായോ? അതെ ഷേർഖാൻ, ഞങ്ങളുടെ സന്തോഷത്തിനായി നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചത് തെറ്റായി പോയി. ഇന്ന് ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിലുമായി. ഈ ഗ്രീൻലാൻഡിലെ മൃഗങ്ങളും അടിമകളെ പോലെയാണ് ജീവിക്കുന്നത്. ഷേർഖാനും ഗോൾഡിയും രണ്ടുപേരും ചിരിക്കുവാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും അതിശയമായി. നിങ്ങൾക്ക് എന്തു തോന്നി? എപ്പോഴും മുട്ടുകുത്താൻ തയ്യാറായി നിൽക്കുന്ന ഈ ഗോൾഡി എന്നെ ഇത്ര പെട്ടെന്ന് തോൽപ്പിച്ച് രാജാവാകാൻ പറ്റുമെന്നോ? ആ ദിവസം നിങ്ങൾ ഇവനോട് പരദൂഷണം പറഞ്ഞു വന്ന അന്ന് വൈകുന്നേരം തന്നെ അവൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നോടെല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനുമായി ചേർന്ന് ഈ പ്ലാൻ ഉണ്ടാക്കിയതാ. എന്താന്ന് വെച്ചാൽ കള്ളം പറയുന്ന നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റിക്കിട്ടാൻ. സത്യമായും അപ്പോൾ അങ്ങ് തന്നെയാണ് നമ്മളുടെ മഹാരാജാവ്. അത് ശരിയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങളും ജയ, വീരു സന്തോഷിച്ചു. അതിനുശേഷം ജയയും വീരുവും കള്ളം പറയുന്നത് എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഗോൾഡി തിരിച്ചു ബ്ലൂലാൻഡിലേക്ക് പോയി. എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ താമസിക്കാൻ തുടങ്ങി.